എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്സ് ചെയ്യുന്നത്. പുറമേ നല്ല പഞ്ഞി പോലെയും അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഉള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അത് ഒരുപാട് അലിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ പുഴുങ്ങിയിട്ടെടുക്കരുത്. അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ അകമൊക്കെ വേകുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു വലിപ്പമുള്ളൊരു 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് ഗോതമ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഗോതമ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഒത്തിരി അങ്ങ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മാത്രം ഞാൻ ഇതിലേക്ക് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു 1/2 കപ്പ് മൈദയ്ക്ക് പകരമായിട്ട് 1/2 കപ്പ് ഗോതമ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വലിയ തരിയോട് കൂടിയിട്ടുള്ള ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ പൊടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പച്ചവെള്ളത്തിലല്ല കുഴച്ചിട്ടെടുക്കേണ്ടത്, ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചിട്ടെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഈ ഒരു മാവ് നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു കപ്പ് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിന് നല്ല മയത്തിൽ വേണം നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഓയിലൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മാവും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവിൻ്റെ ഈ ഒരു മുകളിലേക്ക് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊട്ടും തന്നെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് നമുക്കൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി ഒന്ന് വാടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് സവാള വഴണ്ടി പോകേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നമ്മളൊന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഞാനിതൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ ഒരു പച്ച ചൊവ്വയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചൊന്നും കൊടുക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇതിലേക്ക് നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ മാവ് നമുക്കിവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി ഏറെ മാവ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഒരെണ്ണം നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു മാവ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞൊരു തുണിയോ വെച്ചൊന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മാവ് ഇരുന്നങ്ങ് ഡ്രൈ ആയി പോകുന്നതാണ്. മാവ് നമ്മൾ അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം ഇത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു കട്ടിക്ക് നമ്മൾ മാവൊന്ന് പരത്തിയിട്ടെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് ആയി പോകരുത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു മൊസറല്ല ചീസ് ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിലെടുത്തിട്ട് കൈ കൊണ്ട് ഈ ഒരു സൈഡെല്ലാം കൊണ്ടൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് കൈ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൻ്റെ റൗണ്ട് ഷേപ്പാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു മോൾ ഭാഗം കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കട്ടായി പോകരുത്. ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവോ ചെയ്യാവുള്ളൂ. കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കുടിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല, റൗണ്ട് ഷേപ്പാക്കി നമ്മളൊന്ന് എടുത്താൽ മതി. ബാക്കിയുള്ള മാവെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു കട്ടിക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഓരോന്നിലും ഫില്ലിംഗ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കുക. ആ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവെല്ലാം പരത്തി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് തീ കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് ആ ഒരു മാവ് നല്ല പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. തീയെ നമ്മളിത് കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ പുറമേയൊക്കെ നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വരും, പക്ഷേ ഉൾവശം നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഈ ഒരു കളറായി വരുന്നിടം വരെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും മൊസറല്ല ചീസും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഫില്ലിങ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുത്താണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഫില്ലിങ്ങിന്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മളൊരു ചീസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.